ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ റീസെൻ്റായിട്ട് ആമസോണിൽ നിന്ന് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് പേരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും. കുറച്ച് കാലം ഭയങ്കര ട്രെൻഡിങ് ആയി നിന്നിരുന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നല്ലോ ഇത്. അപ്പോൾ അന്ന് എനിക്ക് തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പം എനിക്ക് അതായത് ഇപ്പോൾ ഞാൻ ഈ 2025 ബുള്ളറ്റ് ജേർണൽ സെറ്റ് ചെയ്തപ്പോൾ അതിനൊരു ബ്രൗൺ തീമിലാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ എനിക്ക് അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു കളർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. അപ്പോൾ വിചാരിച്ചു ഇത് ട്രൈ ചെയ്ത് നോക്കാം, 200 രൂപ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 180 അങ്ങനെ എന്തോ ആയിരുന്നു വന്നിട്ടുണ്ട്, അല്ല 186 രൂപ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ. പക്ഷേ ഷിപ്പിംഗ് ചാർജ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു തെണ്ടികൾ. അവർക്ക് 2 പ്രൊഡക്റ്റേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കൊന്ന് ഫ്രീ ഷിപ്പിംഗ് ചെയ്തുകൂടെ? എന്താണ് ഒരു 200 ചില്ലറ എന്തോ വന്നിട്ടുണ്ടായിരുന്നു പ്രൈസ്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ, പാസ്റ്റൽ ഷെയ്ഡ്സ് ആണല്ലോ. നിങ്ങൾക്ക് ഈ കളേഴ്സിനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് വിവരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിലും ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്ന കളേഴ്സ് ആ ഒരു ഓറഞ്ച്, ബ്രൗണ്, അതിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഭംഗിയുണ്ട്, അതായത് നമ്മൾ കൊടുത്ത് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ്, പിന്നെ പാസ്റ്റൽ ഷെയ്ഡും കൂടെ അല്ലേ, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു എസ്തെറ്റിക് വൈബ്സ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കളേഴ്സും ജസ്റ്റ് ഇതിലിങ്ങനെ കൊടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഒക്കെ ലൈറ്റ് കളേഴ്സ് ആണ്, പക്ഷേ എൻ്റെ എസ്തെറ്റിക്സിന് മാച്ചായ കളേഴ്സ് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഈ ഒരു ഓറഞ്ചും ബ്രൗണിൻ്റെ വേരിയേഷൻസ് വരുന്നത് കണ്ടില്ല, ആ കളേഴ്സാണ് എനിക്കൊന്നുകൂടെ ആവശ്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വേറെ ഏതെങ്കിലും കളേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എസ്തെറ്റിക് ജേർണൽസോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ കളേഴ്സ് വരുന്നതും, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ ബുള്ളറ്റ് ജേർണലിന് വേണ്ടിയിട്ടുള്ള 2 ബുക്കായിരുന്നു കേട്ടോ. 2 ഗ്രിഡ് നോട്ട് ബുക്കായിരുന്നു ഇത്. അപ്പോൾ ഈ ഗ്രിഡ് നോട്ട് ബുക്ക് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് ഫോർ 2025 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നുണ്ട്, ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതും നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഗ്രിഡ് നോട്ട് ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 രൂപയായിരുന്നു, അതായത് 2 ബുക്കിനും കൂടി 300 രൂപ. അപ്പോൾ ഒന്നിന് ഒരു 150 അങ്ങനെ. എനിക്ക് എന്താ ആ ഒരു പ്രൈസ് റേഞ്ച് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സൈസ് A4 ആണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തില്ല, കുഴപ്പമില്ല, A4 ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നോട്ട്ബുക്ക് വരുന്നത്. ഇത് ആമസോണിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് തോന്നുന്നുണ്ട്. അതിന് താഴെ ആമസോൺ ബേസിക്സ് എന്നുള്ളൊരു ലാബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ കയ്യിൽ കിട്ടിയെന്ന് പറയില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഓൺ പ്രൊഡക്ട്സ് ആയിരിക്കും. ഇനി ബുക്കിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ബുക്കിന് 150 രൂപ വെച്ചിട്ടാണല്ലോ വരുന്നത്. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ട് തോന്നി. നമ്മൾ സ്പാരൽ ബൈൻഡിങ് ആണ്. പിന്നെ അതിൻ്റെ കവർ പേജ് ഒരു ബ്രൗൺ തീമിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കട്ടുള്ള കവർ പേജ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളത്തെ ഈ ഗ്രിഡ് പേജസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേജസ്, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളത്തെ ഗ്രിഡ് പേപ്പേഴ്സിന് 100 GSM ആണ് തോന്നുന്നുണ്ട്. ഞാൻ അതെല്ലാം ഇവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ, എത്ര GSMൻ്റെ പേപ്പേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത്, അതുപോലെ എത്ര പേജസ് വരുന്നുണ്ട് എന്നുള്ളതും ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്കത് ഓർമ്മയില്ല എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് പറയാം. അത് A4 സൈസിലാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാഷിന് എനിക്ക് എന്തോ ഭയങ്കര വേർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 2 നോട്ട് ബുക്സ് വരുന്നത്. ഒരു എസ്തെറ്റിക് വൈബ് ഇല്ലേ കാണുമ്പോഴും എനിക്ക് തോന്നി. പിന്നെ ബ്രൗൺ കളറാണല്ലോ എൻ്റെ വൈബിന് മാച്ചാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഗ്രിഡ് നോട്ട് ബുക്സ് എപ്പോഴും ഒരു എസ്തെറ്റിക് വൈബ് തന്നെയാണ്. ആമസോണിൽ വേറെയും കുറേ നോട്ട് ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഗ്രിഡിൻ്റെ 200 താഴെയായിട്ടുള്ള ഡോട്ട് നോട്ട് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നുകൂടെ ഇതായിരിക്കും നന്നാവെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്.